എന്താടി ഇത് ഒന്ന് കത്തിച്ചിട്ട് കുളിക്കാൻ പറഞ്ഞ അതിന് സമ്മതിക്കില്ലേ? അല്ലാതെന്താ ഹോട്ടലാണാ? ഒരാൾക്ക് പുട്ടും കടലയും മറ്റൊരാൾക്ക് ദോശയും ചമ്മന്തിയൊക്കെ. എന്താ വെച്ചാ അവനവനും ഉണ്ടാക്കി കഴിച്ചുകൂടെ? അവൻ മൊബൈൽ എടുത്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് പോയിട്ട് വാങ്ങാലോ. ഇവിടെ ഷോപ്പ് അടുത്ത് തന്നെയല്ലേ, അതിന് ഞാൻ തന്നെ പോണാ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ആ കൂടി കല്യാണം കഴിഞ്ഞ് 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അവളെ കൊണ്ടാണോ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ അല്ലേ. അങ്ങ് മലേഷ്യയിൽ രണ്ടാളും കൂടി ഹണിമൂൺ ട്രിപ്പിന് പോയാലോ? പിന്നെ ഇവിടെ പോകാനാണ് അവർക്ക് പറ്റാത്തത്? നീ ഓവറായിട്ട് തലക്കറ്റി വെക്കണ്ട കേട്ടോ. എന്നിട്ട് 10 ദിവസമായിട്ട് ഇതുവരെയായിട്ട് ഒരു ചൂടുവെള്ളം അവൾ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടാ? എല്ലാം നിന്നോടല്ലേ പറയുന്നത്? പുതിയ വേണമാണ് പറഞ്ഞിട്ട് മോൻ കറുപ്പിച്ച് ഒന്നും പറയണ പറഞ്ഞിരിക്കുക. നീയേ ഓവറായിട്ട് ഇതാക്കി നിൽക്കണ്ട. എന്തെങ്കിലുമൊക്കെ ആ കുട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? 10 എണ്ണമൊന്നും ഇല്ലല്ലോ. ആണായിട്ടും പെണ്ണായിട്ടും ആ കൂടെ ഒന്നേ ഉള്ളൂ. അവന്റെ കാര്യം അടക്കം നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പറഞ്ഞ? അതിന് അവനെ നോക്കാണ്ടിരുന്നിട്ടുണ്ടാ? ജനിച്ചപ്പം മുതൽ അവന് വേണ്ടി തന്നെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അവന് വേണ്ടി നമ്മൾ മര്യാദക്ക് ജീവിച്ചിട്ടില്ല. എവിടെയോ പഠിക്കണം പറഞ്ഞിട്ട് ഇല്ലാത്ത പൈസ മുടക്കി പഠിപ്പിച്ച് ജോലിയാക്കി കൊടുത്തു, ഒരു വീടാക്കി കൊടുത്തു. ഏത് അച്ഛനമ്മ ചെയ്യോടെ ഇങ്ങനെ? എന്നിട്ട് ഇത്രയും വലിയ ജോലി കിട്ടിയിട്ട് എന്തെങ്കിലും 10 രൂപ അച്ഛൻ അമ്മ പറഞ്ഞ് തന്നിട്ടുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞതാ. അല്ല, ആ പെൺകുട്ടി ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, ഇവിടെ മൊബൈൽ നോക്കി വെറുതെ ഇരിക്കല്ലേ. അപ്പൊ ഇടയ്ക്ക് വന്ന് നിന്നെ സഹായിച്ചു തന്നാൽ എന്താ? എന്നാ പിന്നെ അവന് പറയാ ഒന്ന് അമ്മനെ സഹായിച്ചു കൊടുക്കുന്നു. രണ്ടും കണക്കാ. അവൻ പെണ്ണ് കെട്ടി എന്താ നമ്മളെ രണ്ടാളെയും നോക്കാൻ വേണ്ടിട്ടാ? നിങ്ങളൊന്ന് പതുക്കെ പറയാ, കുട്ടി കേക്കണ്ട. നമ്മളെ നോക്കണം എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അതിന്റെ ആവശ്യമില്ല താനും. നിനക്കില്ലാത്ത അസുഖമുണ്ടോ? അത് ആ കുട്ടിക്ക് അറിയുന്നല്ലേ. അല്ല, അവർക്ക് അവരുടെ സ്വന്തം കാര്യം നോക്കിയാൽ എന്താ? എല്ലാത്തിനും എന്തിനാ നിന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതല്ലേ ഞാൻ ഈ പറയുന്നത്. ഓ മതി മതി, നിങ്ങളൊന്ന് നിർത്തി. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാലേ മരുമോള് വന്നിട്ട് കുടുംബത്തിൽ പ്രശ്നം തുടങ്ങി പറയും. വേഗം പോയിട്ട് അത് വാങ്ങിട്ട് വരും. അവൾ വിശന്നിരിക്കുന്നുണ്ടാവും. ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് നേരം മക്കള് പറഞ്ഞ നടക്ക്. ആ സ്നേഹം തിരിച്ചുണ്ടായാൽ മതിയായിരുന്നു പിള്ളേർക്ക്.